മാലാ പാർവതി നടി മാഡം കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഇവിടെ ഈ നമുക്കിപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ചില പേജുകൾ കൂടി ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പേജുകൾ ഒഴിവാക്കുന്നതിലൂടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മഞ്ജുഷ്. സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ സർക്കാർ പറഞ്ഞ എല്ലാ കാര്യവും വിശ്വാസത്തിലെടുത്തു. ആദ്യം പറഞ്ഞു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കൊണ്ടാണ് നേരത്തെ അത് വിടാത്തത്. അതിനുശേഷം പറഞ്ഞു സ്ത്രീകളുടെ പ്രൈവസി നിലനിർത്താൻ വേണ്ടി കുറച്ച് പേജുകൾ മാറ്റണമെന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടെന്ന്, അത്രയും ഭാഗം മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കണ്ടെത്തുകയാണ്, കുറെ കൂടെ പേജസും കുറെ കൂടെ പാരഗ്രാഫ്സും മാറ്റിയിരുന്നത്. എനിക്കറിയില്ല അതിൽ എന്താണ് ഉള്ളതെന്ന്. പക്ഷെ അങ്ങനെ ആരുടെ ആവശ്യപ്രകാരം എന്ത് കാരണത്തിന്റെ പുറത്ത് ആ പേജ് മാറ്റി, ആര് മാറ്റി, എന്തിനു മാറ്റി, എന്താണ് അതിനകത്ത് ഉള്ളടക്കം അറിയാൻ ആഗ്രഹമുണ്ട്. അറിയാൻ കുറിച്ചാണ് ഇതിന്റെ ഈ ഒഴിവാക്കിയ പാരഗ്രാഫിന്റെ തൊട്ട് മുമ്പിലുള്ള പേജ് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള പരാമർശങ്ങളാണ് ഒഴിവാക്കിയതെന്ന് വ്യക്തമാണ്. അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ചാല് നമുക്ക് ഒരു പ്രെഡേറ്റേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഉപദ്രവിക്കപ്പെടുന്നതിനകത്ത് പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രസക്ത ഭാഗമാണോ പോയിട്ടുള്ളത്? അത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആരെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആൾക്കാർ വായിക്കട്ടെ റിപ്പോർട്ട്. അത് വിവരാവകാശ കമ്മീഷൻ മറച്ചു വെക്കാൻ പറഞ്ഞ ഭാഗമല്ലല്ലോ. അത് പുറത്തു വരട്ടെ, അത് ആൾക്കാർ വായിക്കട്ടെ, എന്താണെന്ന് അറിയട്ടെ, ആൾക്കാർ തീരുമാനിക്കട്ടെ. അത് പിന്നെന്താ, അത് അത്ര പ്രസക്തി ഇല്ലാത്തതാണോ, അത് പരിദേവനങ്ങളാണോ എന്ന് ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നേ. അതെന്തിനത് മാറ്റി വെച്ചത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് ഭയങ്കര ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും ദിവസം ഇതിനകത്തെ ഒരു സർക്കാർ പറഞ്ഞത് 100% വിശ്വാസത്തിലാണ് ഇന്നലെവരെയും സംസാരിച്ചത്. പക്ഷെ ഇത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നു. നന്ദി ശ്രീമതി മാലാ പാർവതി വിഷയത്തിൽ പ്രതികരിച്ചു. മഞ്ജുഷ.